ആദർശ ശരിക്കും ഒരു സ്വപ്നം കണ്ട് ഉണർന്നത് പോലെയല്ലേ നമ്മൾ? കാരണം കാത്തിരുന്നൊരു മത്സരം, അർജന്റീനയ്ക്കും മെസ്സിക്കും ഒക്കെ വേണ്ടി കാത്തിരുന്നൊരു മത്സരം. അതൊന്ന് പുലർച്ചയ്ക്ക്, ഇന്ത്യൻ സമയം പുലർച്ചയ്ക്ക്. ആ കളി എങ്ങനെയാ? 3 ഗോള്, അതും മെസ്സിയുടെ ഹാട്രിക്ക്. നമ്മൾ ഈ ലോകകപ്പ് തുടങ്ങുന്നത് വരെ നമ്മൾ പറഞ്ഞു മെസ്സി കളിക്കുമോ, അല്ലെങ്കിൽ മെസ്സിക്ക് കളിക്കാൻ സാധിക്കുമോ, 38 വയസ്സായി, ആ പ്രായമുള്ള മെസ്സി എങ്ങനെ കളിക്കും, മെസ്സി ഗോളടിക്കുമോ, മെസ്സിയെ ആശ്രയിച്ച് അർജന്റീനയ്ക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും, ഇതൊക്കെയായിരുന്നു നമ്മുടെ വലിയ ആശങ്കകൾ. എല്ലാ ആശങ്കകളും എല്ലാ ആകുലതകളും 3 ഗോള് കൊണ്ട് അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. എല്ലാം അസ്ഥാനത്താക്കിയിരിക്കുകയാണ് മെസ്സി. ശരിക്കും ഇതാണ് ലെജൻഡ്, എങ്ങനെ ഒരു ലെജൻഡ് ആവുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ ഇതിലും വലിയൊരു നല്ലൊരു തുടക്കം അർജന്റീനയ്ക്ക് വേറെ വേണം. 2022 അർജന്റീനയുടെ ആദ്യത്തെ മത്സരം ആദർശിന് ഓർമ്മയില്ലേ? നമ്മളെല്ലാം കരഞ്ഞ് ഹൃദയം തകർന്ന് ഹൃദയഭേദകമായ ഒരു മത്സരമായിരുന്നു. പക്ഷേ ഇന്ന് ആ 4 കൊല്ലത്തിന് ശേഷം 4 വയസ്സ് അധികമുള്ള മെസ്സി ഹൃദയം നിറച്ച്, മനസ്സ് നിറച്ച്, വല നിറച്ചിട്ടുള്ള ഒരു മത്സരമാണ്. ഇതിലും വലിയൊരു തുടക്കം അർജന്റീനയ്ക്ക് ഈ ലോകകപ്പിൽ എന്നല്ല ഒരു ലോകകപ്പിലും ആഗ്രഹിക്കാനില്ല. അത്രയും ഗംഭീരമായ തുടക്കമാണ്. എങ്ങനെ ആദർശം ഇന്നത്തെ കളി കണ്ടിട്ട്? ശരിക്ക് കാൻസാസ് സിറ്റിയിൽ നിറഞ്ഞു പെയ്തൊരു മഴ, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മെസ്സിയുടെ കാത്തിരിപ്പ്, അവസാനത്തെ പന്താട്ടം, ലോകകപ്പിലെ ലോക ചാമ്പ്യന്മാരായിട്ട് കിരീടം നിലനിർത്താൻ വരുന്ന സ്കലോളിപ്പട, മെസ്സി കളിക്കുമോ, അർജന്റീന എങ്ങനെ പ്രകടനം നൽകും, വമ്പന്മാരൊക്കെ പതറിയ കഴിഞ്ഞ മത്സരങ്ങൾ. അപ്പോൾ അർജന്റീനയുടെ എല്ലാവരും ഉറ്റുനോക്കിയതായിരുന്നു അർജന്റീനയുടെ മത്സരം. പക്ഷേ രാജകീയമായ തുടക്കമായിരുന്നു മെസ്സിയും സംഘവും മൈതാനത്ത് കാഴ്ചവെച്ചത്. ആരാധകർക്ക് സന്തോഷിക്കാനും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ ശുഭാപ്തി വിശ്വാസം മുറുകെ പിടിക്കാനുമുള്ള എല്ലാ ചേരുവകളും ഇന്നത്തെ മത്സരത്തിലുണ്ട്. ശരിക്കും മെസ്സി എന്നല്ലേ മെസ്മറൈസ് ചെയ്തിരിക്കുകയാണ് കാൻസാസ് സിറ്റിക്ക് മെസ്സി പുതുമുഖമല്ല, മെസ്സിയുടെ പരിചിതമായ തട്ടകമാണ് കാൻസാസ് സിറ്റി. അത്രയും ആരാധകർ അവിടെ ഉണ്ടായിരുന്നു. അവരെ എന്താ പറയുക, അവരുടെ ഓരോ സെക്കൻഡിലും അവരെ മുഴുവനും കോരിത്തെരിപ്പിച്ചിട്ടാണ്. കാരണം ആദ്യമായിട്ടാണ് മെസ്സി ലോകകപ്പിൽ ഹാട്രിക് നേടുന്നത്. ഗോളുകൾ മാത്രമല്ല അവിടെ പെയ്തത്, സന്തോഷാശ്രു മാത്രമല്ല അവിടെ പെയ്തത്, ഗോളിനപ്പുറത്തേക്ക് നിരവധി റെക്കോർഡുകൾ തകർത്തെറിയുകയാണ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മിറോസ്ലാവ് ക്ലോസയ്ക്ക് ഒപ്പെത്തി 16 ഗോളുകൾ. ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിച്ച താരമായി മാറി. 27ാം അപ്പിയറൻസ് ആണിത്. ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോർമാരിൽ ഒരാളാണ്. അങ്ങനെ 200 മത്സരമാണ് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ റെക്കോർഡുകളും പ്രകടനവും എല്ലാം കൊണ്ടുകൂടി മെസ്സി ഫാൻസിനും അർജന്റീന ഫാൻസിനും ഏറെ സന്തോഷിക്കാനുള്ള മെസ്സി ആരാധകരും അർജന്റീന ആരാധകരൊക്കെ പറയുന്നുണ്ട് മെസ്സി മെസ്സി മെസ്സി. ശരിക്കും അതുപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഹാട്രിക് നേടി, മെസ്സിയുടെ ആദ്യത്തെ ഹാട്രിക് ആണ് ലോകകപ്പില്. അത് മെസ്സി ഹാട്രിക് നേടി. ശരിക്കും അത് പൂർണ്ണമായി. മെസ്സി ലോകകപ്പ് നേടാതെ മെസ്സി പൂർണ്ണമല്ല നമ്മൾ പറയും. ഇപ്പൊ ലോകകപ്പായി, ആ ലോകകപ്പിൽ ഹാട്രിക് ആയി, ഏറ്റവും കൂടുതൽ ഗോളായി, ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിച്ചു എന്നുള്ള റെക്കോർഡായി. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മെസ്സി ആദ്യമായിട്ട് ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചത് 2006 അത് സെർബിയക്കെതിരെ ജർമ്മനിയിൽ ലോകകപ്പിൽ. ആ ലോകകപ്പിൽ അന്ന് മെസ്സി ഗോൾ അടിച്ചു. അത് ജൂൺ 16 ഇന്ന് ശരിക്കും ഇന്ത്യയിൽ 17 ആണെങ്കിലും അമേരിക്കയിൽ ഇന്ന് ജൂൺ 16. അപ്പം ഇത്രയും മറ്റൊരു ജൂൺ 16 ഒരു ഹാട്രിക്കോട് കൂടി വന്നിരിക്കുകയാണ്. അന്ന് ആ സെർബിയക്കെതിരെയുള്ള കളിയിൽ 70ാം മിനിറ്റിലാണ് മെസ്സിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വരുന്നത്. മെസ്സിയുടെ അരങ്ങേറ്റം, ഒരു ലെജൻഡിന്റെ ഉദയം പിന്നെ ആണ് അന്ന് നമ്മളവിടെ കണ്ടത്. അതിന്റെ 88ാം മിനിറ്റിൽ മെസ്സി ഗോൾ അടിച്ചു. അർജന്റീനയുടെ അവസാനത്തെ ഗോളായിരുന്നു അത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മെസ്സി ഗോൾ അടിക്കുന്നു, അത് 3 ഇതൊക്കെ എന്താ പറയുക, സ്വപ്നത്തിൽ മാത്രമേ. ആറാമത്തെ ലോകകപ്പ്, 6ാം വരവിൽ ശരിക്കും 6ാം തമ്പുരാൻ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഗോളുകളുടെ ഒരു ഭംഗി നോക്കണം നമ്മൾ. ആദ്യം തുടക്കം ഏകദേശം അർജന്റീന തുടങ്ങിയപ്പോൾ അല്പം ഒന്ന് പതറി. മെസ്സിക്ക് കുറേ മിസ്റ്റേക്കുകളൊക്കെ മെസ്സി വരുത്തി. ഒരു ബാലൻസ്ഡ് ആയിരുന്നില്ല അർജന്റീന. അതിനുശേഷം ആ 17ാം മിനിറ്റിൽ മെസ്സിയുടെ ആ ഒരു ഗോള് വരുമ്പോഴത്തേക്കുള്ള ആ സ്റ്റേഡിയത്തിൻ്റെ ആരവും അർജന്റീന ടീമിൻ്റെ മൊത്തം ബാലൻസ് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അൾജീരിയ ആകെ പ്രതിരോധത്തിൽ പോയി. അതായത് മധ്യനിരത്തിന് ഡീപോൾ കൊടുക്കുന്ന പാസ് ഒരു വെടിച്ചില് ഷോട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഷോട്ടിലാണ് അർജന്റീന വലതുളക്കുന്നത്. ലൂക്കാസ് സിദാന്റെ തടയാൻ പോയിട്ട് ശ്രമിച്ചെങ്കിലും അത് തടയുന്നതിനപ്പുറത്തേക്കായിരുന്നു മെസ്സിയുടെ ആ ഷോട്ട് വായിച്ചിരുന്നത്. അതോടെ തന്നെ അർജന്റീന മത്സരത്തിൽ ആദ്യ മത്സരങ്ങളിൽ ഉണ്ടായ ഒരു പതർച്ച മാറി ഉഗ്രൻ ആവേശത്തോടെ അർജന്റീന പിന്നീട് അങ്ങോട്ട് അൾജീരിയക്കെതിരെ ആധിപത്യം തുടരുന്നതാണ് നമ്മൾ കണ്ടത്. ശരിക്കും ലൂക്കാസ് പിന്നെ 3 ഗോൾ വഴങ്ങിയെങ്കിലും നല്ല കുറേ സേവുകൾ നടത്തി. എടുക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു 1/2 ഡസൻ ഗോളിനെങ്കിലും തോൽക്കുമായിരുന്നു. വേറെ ഒരു രസകരമായ സംഗതി ഉണ്ട്. ഈ 2006 ലോകകപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. മെസ്സിയുടെ അരങ്ങേറ്റ ലോകകപ്പ് മാത്രമല്ല, ആ ലോകകപ്പ് ഒരു ആന്റി ക്ലൈമാക്സിൽ അവസാനിച്ചതാണ്. കാരണം സിനദീൻ സിദാൻ പിന്നെ അവസാനം തലകൊണ്ട് ഇടിച്ച് ചോപ്പ് കണ്ട് മടങ്ങി. സിദാന്റെ അവസാന ലോകകപ്പായി മാറിയത്. ആ സിദാന്റെ മകനാണ് ഈ ലൂക്കാസ് കളിക്കുന്നത്. അപ്പൊ ആ ലൂക്കയുടെ പിന്നെ പോസ്റ്റിലേക്കാണ് മെസ്സി തുടരെ 3 ഗോളുകൾ അടിച്ചത്. ചരിത്രത്തിന് ചില പിന്നെ യാദൃശ്ചികതകളും പിന്നെ സൗന്ദര്യങ്ങളും ഒക്കെ ഉണ്ട്.
അപ്പോൾ ശരിക്കും ലൂക്ക നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ മെസ്സിയുടെ 3 ഗോളുകളും എണ്ണം പറഞ്ഞ ഗോളുകൾ തന്നെയാണ്. രണ്ടാമത്തെ ഗോൾ ഓർക്കുന്നില്ല എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ഗോൾ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കാലിസ്റ്ററുടെ ഒരു ഉഗ്രൻ ഷോട്ട്, മധ്യാഹ്നത്തിൽ നിന്നുള്ള ഒരു ഉഗ്രൻ ഷോട്ട് ഡിഫ്ലക്റ്റ് ആവുകയും അത് ലൂക്കാസ് പിടിക്കാൻ കഴിഞ്ഞില്ല, ഡിഫ്ലക്റ്റ് ആകുകയും മെസ്സി അനായാസം വലകുലിക്കുകയാണ് ചെയ്ത്. ആ 2 ഗോൾ വീണതിന് പിന്നാലെ പിന്നെ മൂന്നാമത്തെ ഗോൾ വരുന്നു. മൂന്നാമത്തെ ഗോൾ ഈ പറഞ്ഞതുപോലെ മെസ്സി പെനാൽറ്റി ബോക്സിൽ ഒരു ഉഗ്രൻ തകർപ്പൻ ഷോട്ട് ഒക്കെ മെസ്സിയുടെ ഒരു മാജിക് എന്ന് തന്നെ പറയാം. അടിമുടി മെസ്സി തന്നെ. അതായത് മറ്റു താരങ്ങളിൽ നിന്ന് ഈ മത്സരത്തിൽ ശരിക്കും അൾജീരിയയും മെസ്സിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം മറ്റു താരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏവരും വിങ്ങുകളിലായാലും മധ്യനിരയായാലും അത്ര അർജന്റീന ആരാധകർ അത്ര പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനമല്ല മറ്റ് താരങ്ങളിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ മെസ്സി ആ കളി മൊത്തം മാറ്റുകയാണ് ചെയ്തത്. നമ്മൾ കാത്തിരുന്നതിന് അതായത് 6ാം വരവിൽ കാത്തിരിക്കുന്ന അവസാനത്തെ ലോകകപ്പാണ്. ഇത്രയും നാൾ ആരാധകർ 2006 മുതൽ അരങ്ങേറ്റത്തിൽ ആരാധകർ മെസ്സിയെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കൺകുളിർപ്പിക്കുന്ന മനം നിറക്കുന്ന ഒരു പ്രകടനമാണ് മെസ്സിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ 3 ഗോളുകളിലും മെസ്സിയുടെ പൊസിഷനിങ് കൊണ്ട് നമ്മൾ എടുത്തു പറയണം. കാരണം ഗോൾ അടിക്കാൻ പ്രാപ്തനാണ്. നമ്മൾ ശരിക്കും കരുതിയിരുന്നത് മെസ്സിക്ക് ഒരു പക്ഷേ ഒരു പ്ലേ മേക്കർ റോൾ ആയിരിക്കും. കാരണം എല്ലാ തവണയും മെസ്സിക്ക് ഗോൾ അടിക്കണം നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. ഇത്തവണ മെസ്സി കളിപ്പിക്കുന്ന ഒരു മെസ്സി ആയിട്ടായിരിക്കും നമ്മൾ വിചാരിച്ചത്. സന്നാഹ മത്സരങ്ങളൊക്കെ നമ്മൾ അത്തരം ഒരു റോൾ മെസ്സിക്ക് അസൈൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു സ്കോളോണി. പക്ഷേ ഇത് അതല്ല. ഈ പന്ത് ഗോളടിക്കാൻ വേണ്ടി കൃത്യമായിട്ട് മെസ്സി പൊസിഷൻ ചെയ്തിട്ട് ഈ 3 ഗോളിലും ആ റീബൗണ്ട് പോലും കൃത്യമാണ്. റീബൗണ്ടിന് വേണ്ടി ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പന്ത് ചിപ്പുള്ള പന്താണ്. ചിപ്പിൽ നേരത്തെ എന്താ പറയുക പ്രോഗ്രാം ചെയ്ത് വെച്ചതുപോലെയാണ്. ഈ പന്ത് വരും, അത് ഗോളി തട്ടും, അവിടെ ഞാൻ റെഡിയാണ്. അത്ര മനോഹരമായിട്ടാണ് അവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് 3 ഗോളിലും. അപ്പം പക്ഷെ അതിൽ വേറൊരു ന്യൂനത കൂടെ എനിക്ക് തോന്നില്ല. ഈ ടീം നമ്മൾ വിചാരിച്ചത് മെസ്സിയെ അമിതമായിട്ട് ആശ്രയിക്കില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടത് ടീം ഗോൾ അടിക്കാൻ മെസ്സിയെ ആശ്രയിക്കുന്ന ഒരു കാഴ്ച തന്നെ. അതെ, അതൊരു പോയിന്റ്. അത് കാരണം മെസ്സിക്കൊപ്പുറം മെസ്സിക്ക് കൂടിയുള്ള സംഘമെല്ലാം അതായത് 2022 അപ്പുറത്തേക്ക് ഒട്ടുമിക്കവരും 2022 കളിച്ചവർ തന്നെയാണ്. അപ്പം ആ സംഘം മെസ്സിയെ അറിയുന്നവരാണ്. മെസ്സിക്ക് കണക്ട് ചെയ്യാവുന്ന ലൈനുകളാണുള്ളത്. ഡിഫൻസിലായാലും മിഡിലായാലും മുന്നേറ്റത്തിലായാലും ഒക്കെ മെസ്സിക്ക് ക്രോസുകളും ത്രൂ ബോളുകളൊക്കെ സ്വീകരിക്കാനും മെസ്സിക്ക് തിരിച്ചു കൊടുക്കാനും പോലെ മെസ്സിയെ നന്നായി അറിയുന്ന സംഘമാണുള്ളത്. പക്ഷേ എന്നിട്ട് പോലും മെസ്സിക്ക് അപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ അവരുടെ ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്ന നിലയിലേക്ക് എത്രത്തോളം ഉയർന്നു വന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മെസ്സി കളിച്ചു എന്നത് ഒടുക്കി നിർത്തിയ ബാക്കിയുള്ള ടീമിൻ്റെ പെർഫോമൻസ് എത്രത്തോളം മികച്ചതാണെന്ന് അർജന്റീന ആരാധകരും സ്കലോണി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് കളിച്ചിട്ടില്ല, അതായത് വേണ്ടത്ര പ്രകടനം നടത്തിയില്ല എന്നതിൻ്റെ ഉദാഹരണം സ്കലോണിയുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ 45-ാം മിനിറ്റ് തന്നെ റൈറ്റ് ബാക്കായ മോണ്ടിയൽ പിരിവലിച്ച് മൊളീനയെ കൊണ്ടുവരുന്നു. സാധാരണ ഗതിയിൽ അങ്ങനെ ഹാഫ് ടൈം അങ്ങനെ സാധാരണ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തില്ല. ഒരു 50-60 മിനിറ്റ് ആകുമ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താറുള്ളത്. ഇപ്പം 45 മിനിറ്റ് ആകുമ്പോൾ തന്നെ സെക്കൻഡ് ഹാഫ് ഇറങ്ങി തന്നെ റൈറ്റ് ബാക്കിനെ പിൻവലിക്കുന്നു. മാത്രമല്ല അതിനുശേഷം തുടരെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. സ്ട്രൈക്കറായ ലൗട്ടാറോ മാർട്ടിനസ് പിൻവലിക്കുന്നു, തിയാഗോ അൽമോഡയെ പിൻവലിക്കുന്നു. 2 താരങ്ങൾ പിൻവലിച്ചിട്ട് നിക്കോ ഗോൺസാലസിനെയും കൊണ്ടുവരുന്നു, അൽവാരസിനെയും കൊണ്ടുവരുന്നു. അങ്ങനെ ആ മാറ്റം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അർജന്റീനക്ക് ആ താരങ്ങളിൽ നിന്ന് വേണ്ടത്ര കോൺട്രിബ്യൂഷൻ ലഭിച്ചില്ല എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് അവർ അമിതമായിട്ട് മെസ്സിക്ക് ഗോൾ അടിക്കാൻ വേണ്ടി അവസരം ഒരു പ്രശ്നമായിരിക്കും. അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിയാഗോ അൽമോഡ വന്നു. തിയാഗോ അൽമോഡ ലെഫ്റ്റ് വിങ് നേരെ പ്രതീക്ഷിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കളിയിൽ മെസ്സിയുടെ മികവിനൊപ്പം തന്നെ എടുത്ത് മുഴച്ചു നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് വിങ്ങില് നമ്മുടെ ഡിമാരിയുടെ ഒരു അഭാവമാണ്. ഡിമേരിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താൻ അർജന്റീനയ്ക്ക് ഇതൊരു സാധിച്ചില്ല. ആ കാര്യത്തിൽ വളരെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിയാഗോ അൽമേഡ പിൻവലിച്ചിട്ട് നിക്കോ ഗോൺസാലസിനെ കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന മത്സരങ്ങളിൽ എന്തായാലും ഈ ടീം അടിച്ചുപണിയും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അൾജീരിയ പോലൊരു ടീമാണ്, മെസ്സിയുടെ നേട്ടമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള മിഡ്ഫീൽഡിലായാലും ഈ പറഞ്ഞ പോലെ 2022 അതേ ഫൈനലിലൊക്കെ കളിച്ച അതേ മിഡ് തന്നെയാണ് ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. എൻസോ ഫെർണാണ്ടസും മക്കാലിസ്റ്ററും ഡീപ്പോളും ഒക്കെ. പക്ഷേ അവർക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഗോളിനൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അവർ മധ്യനിരയിൽ അവരുടെ ഒരു മേധാവിത്വം എത്രത്തോളം പ്രകടമായി എന്നുള്ളതിൽ സംശയമുണ്ട്. അവരിനിയും കൂടുതൽ മെച്ചപ്പെടാനുണ്ട്. സ്കലോണി ടീമിനെ കുറച്ചുകൂടി മാറ്റിപ്പണിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഡിഫൻഡർമാർ ഈ റൊമേരോ ആണെങ്കിലും മാർട്ടിനസ് ആണെങ്കിലും പക്ഷേ നല്ല പ്രകടനം അൾജീരിയയെ എഴുതി തള്ളാവുന്ന ഒരു ടീമല്ല. കാരണം അവരുടെ പ്രത്യാക്രമണങ്ങൾ പലപ്പോഴും അർജന്റീന പതറിപ്പോയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ അവർ വല കുലിക്കാൻ അവർക്ക് സാധിച്ചു. പിന്നെ പലതവണ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മാർട്ടിനസിനെയും റൊമേരോയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് അത് പിന്നെ അവർക്ക് തടയാൻ സാധിച്ചത്. ഞാൻ ഈ അൾജീരിയയുടെ മുന്നേറ്റത്തിൽ കൂടുതൽ കാത്തിരുന്നത് മെറസിന്റെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കുന്നത്. മെറസിന്റെ ഒരു പ്രകടനം ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് 2ാം പകുതിയിലാണ് പിന്നീട് മെറസ് ഇറങ്ങുന്നത്. മെറസ് പകരക്കാരനായി വന്നതിന് ശേഷം അർജന്റീനയുടെ പ്രതിരോധ നിര പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ത്രൂ ബോളുകളായാലും വിങ്ങുകളിലുള്ള ആക്രമണമായാലും ഒക്കെ അർജന്റീന
പ്രതിരോധം ഒന്നും ഉലഞ്ഞിട്ടുണ്ട്. അപ്പം വരാനിരിക്കുന്ന മത്സരങ്ങൾ ഒരു സൂചനയായി കൂടി ഞാനതിനെ കാണുന്നു. ഒന്നാം പകുതിയുടെ അവസാന ഭാഗമൊക്കെ എത്തുമ്പോഴേക്ക് ശരിക്കും അൾജീരിയ മേധാവിത്വം നമ്മൾ കാണുന്നുണ്ട്. കളിയുടെ കടിഞ്ഞാൻ കയ്യിലെന്തുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഒരുപാട് തവണ ഉള്ള റെയ്ഡുകൾ നടത്തി. അത് പലപ്പോഴും അവർ വളരെ ബാക്കോട്ട് വലിഞ്ഞിട്ടാണ് അവർക്ക് തടയാൻ സാധിച്ചിട്ടുള്ളത്. മിഡിലൊന്നും അവർക്ക് അൾജീരിയ തടയാൻ സാധിച്ചിട്ടില്ല. വിങ്ങുകളിലും ആ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത് ഈ മധ്യം 2022 നമുക്ക് ഓർമ്മയുണ്ട്. ആദ്യം അർജന്റീനയും സ്കലോണി ഒരുക്കി നിർത്തിയ മധ്യനിരയല്ല പിന്നീടുള്ള മത്സരങ്ങളിൽ കാണുന്നത്. ഓരോ മത്സരങ്ങൾ വരുമ്പോഴും മാറ്റുന്നു, ഡിഫൻസ് പൊളിച്ചു പണിയുന്നു, പുതിയ മിഡ്ഫീൽഡർമാരെ പരീക്ഷിക്കുന്നു, വിങ്ങുകളിൽ പരീക്ഷിക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ നടത്തിയിട്ടാണ് 2022 ഒരു സജ്ജമായൊരു സംഘത്തെ സ്കലോണി ഒരുക്കി നിർത്തുന്നത്. ഈ ഡിമരിയൊക്കെ ആദ്യത്തെ മത്സരങ്ങൾക്ക് ശേഷം പിന്നീട് കളിച്ചിരുന്നില്ല, പിന്നെ ഫൈനലിലാണ് തിരിച്ചെത്തുന്നത്. മധ്യനിരയിൽ അങ്ങനെ തന്നെ എൻസോ ഫെർണാണ്ടസും ഡീപോളൊക്കെ പാരഡസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി പരീക്ഷിച്ചിട്ടാണ് അർജന്റീന ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഇക്കുറിയും അത് ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തിയാഗോ അൽമഡ ഒരു പക്ഷേ അടുത്ത മത്സരങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സിമിയോണൊക്കെ തിരിച്ചെത്തിയേക്കാം. നിക്കോപാസ് പകരക്കാരനെ ഇത്തവണ ഇറങ്ങിയിട്ട് ചിലപ്പോൾ നിക്കോപാസിന് ചിലപ്പോൾ ആദ്യ സ്ഥാനം ലഭിച്ചേക്കാം. മാത്രമല്ല ഡിഫൻസിൽ ചിലപ്പോൾ ഒട്ടാമെൻഡിനെ കൊണ്ടുവയ്ക്കാം. ഒരു 3 ബാക്ക് ഫോർമേഷനിലൊക്കെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. എന്നിരുന്നാലും മെസ്സിക്ക് അപ്പുറത്തേക്ക് മറ്റു താരങ്ങളും ഉള്ളൊരു കണക്ഷൻ ഈ മത്സരത്തിൽ നമുക്ക് ശരിയായ രീതിയിൽ പ്രകടമായിട്ടില്ല. അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഈ മെസ്സിയുടെ ഗോളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മത്സരത്തിന് മുമ്പ് സ്കലോണി ചിത്രം വരച്ചു വെച്ചതുപോലെയാണ് ഗോളുകൾ വന്നിരിക്കുന്നത്. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും ആ വരച്ചതുപോലെയല്ല നടന്നത്. അപ്പോൾ ശരിക്കും ഇത് ആഘോഷിക്കാൻ മാത്രമല്ല ആലോചിക്കേണ്ട സമയമാണ് സ്കലോണിക്ക്. അതുപോലെ ഇന്ന് അർജന്റീനയുടെ കളി മാത്രമല്ല, ശരിക്കും നമ്മൾ ആഘോഷിക്കാൻ ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഇന്നലെ ഫ്രാൻസിന്റെ കളി ഫ്രാൻസ് ആദ്യ പകുതിയിൽ ഫ്രാൻസ് തകർന്നു, നമ്മളെ ഹൃദയം തകർത്ത് കളഞ്ഞു. കാരണം ഒട്ടും കളിക്കുന്നില്ല, അവസരങ്ങളില്ല, ഒരു ഗോൾ അവസരം പോലും 45 മിനിറ്റ് ഇല്ല. പക്ഷെ രണ്ടാം പകുതിയിൽ അത് അടിമുടി മാറി. എന്ത് മന്ത്രമാണ് കോച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കറിയില്ല. 45 മിനിറ്റിന് ശേഷം കണ്ടത് മറ്റൊരു ഫ്രാൻസിനെയാണ്, മറ്റൊരു എംബാപ്പയാണ്. തകർപ്പൻ കളിയായിരുന്നു. എന്നാലും ഫ്രാൻസിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു കളി നമുക്കുണ്ടായിരുന്നില്ല. ആ മത്സരത്തിൽ എംബാപ്പെ 2 ഗോളുകൾ നേടി. ഗോൾ വേട്ടക്കാർ പട്ടികയിൽ 14 ഗോളുമായി കയറി. ആ 14 ഗോൾ ആണ് മെസ്സി മണിക്കൂറുകൾക്കകം മെസ്സി തിരുത്തി 16ലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അതൊരു നല്ല തുടക്കമായിരുന്നു. കാരണം എംബാപ്പെ 2 ഗോൾ അടിച്ചു, ഫ്രാൻസ് നല്ലൊരു വിജയം കൈവരിച്ചു. ഈ ഫ്രാൻസിന് അതുപോലെ ആലോചിക്കാനാണ് കൂടുതൽ സമയം വേണ്ടത്. അതിനുശേഷം നോർവേയുടെ കളിയിലും ഇതുപോലെ നമ്മൾ കണ്ടു. മറ്റൊരു ലെജൻഡ് ആയിട്ടുള്ള ഹാലൻഡ് 2 ഗോൾ അവിടെ നേടിയിരിക്കുന്നു. അപ്പം ആദ്യം നമ്മളൊരു ആശങ്ക എന്താ, വലിയ ടീമുകൾ നന്നായിട്ട് കളിക്കുന്നില്ല എന്നുള്ളതായിരുന്നു, സൂപ്പർ താരങ്ങൾ കളിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആ പരാതികളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഫ്രാൻസും നോർവേയും അർജന്റീനയും അല്ലെങ്കിൽ എംബാപ്പയും ഹാലൻഡും മെസ്സിയും മാറ്റി. അപ്പം ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൂട് പിടിച്ചു. നമ്മൾക്ക് എന്താ പറയുക, ഇന്നലെ മലപ്പുറത്ത് വേങ്ങരയിൽ ഈ മട്ടൻ ദം ബിരിയാണിയൊക്കെ വെച്ചിട്ടാണ് ആരാധകർ ആഘോഷം. 6 മണിക്ക് ദം പൊട്ടിച്ചിട്ട് 6:30ക്ക് അത് വിളമ്പും. അതൊക്കെ നമ്മൾ ഭയത്തോടെ ഈശ്വരം അതൊക്കെ എവിടെ പോയി അവസാനിക്കും നമ്മൾ വിചാരിച്ചത്. പക്ഷെ എന്തായാലും ആ ബിരിയാണിക്ക് അവർക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാം, ആഘോഷിക്കാം. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലും അർജന്റീനയ്ക്ക് ഭയക്കേണ്ടതുണ്ടാവില്ല. എന്താ പറയുക, ലോകകപ്പിൽ ശരിക്കും ഒരു ഉത്സവം. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മെസ്സിയിൽ നിന്ന് ഇനിയും ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ മത്സരങ്ങളിൽ ഹാട്രിക്ക് നേടി. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മെസ്സി എന്താണ് കാത്തിച്ചെന്ന് അറിയില്ല. കാരണം അവസാനത്തെ ലോകകപ്പാണ്. കിരീടത്തോടെ പടിയിറങ്ങാനുള്ള എല്ലാ സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് സ്കലോണി വന്നിട്ടിരിക്കുന്നത്. മെസ്സിയിൽ നിന്ന് നമുക്ക് ഇനി ഏറെ പ്രതീക്ഷിക്കാനുണ്ട്. മെസ്സി ഇതിഹാസമാണ്. ഇതിഹാസങ്ങൾ വെറുതെ പിറന്നവരല്ല, അവർക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് മെസ്സിയിലൂടെ കാണുന്നത്.